പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 3 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവേ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു.
ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെയാണ്, ഇസ്രയേലിലാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പം നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും. ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പോൾ ആ യോപ്പ, അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്, ഹീനമെന്ന് വിളിക്കരുത്. ബൈബിളിൻ്റെ നിലപാട് കണ്ട, അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, കെസറിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താണ്? വിജാതിയർ, ഹീനജാതികളെന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പം ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? പോയി. അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ളവരെല്ലാം ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം, ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണമല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് പത്രോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞ്, ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ് നിനക്ക് ഇത് ഇവരെ
ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല, അവർണനുമില്ല, സവർണനുമില്ല. ഇവനെന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷേ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ, അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ, അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടമുണ്ട്. നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം, ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പരിശുദ്ധ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബൈബിൾ സ്വീകരിച്ചവരെ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിസുകാർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ കൂനംകുരിശെന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും, അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും, ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോൾ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയിലിൻ്റെ അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ, ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ, ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ, ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.